ഭസ്മക്കുളം സമർപ്പിക്കുന്നത്. തൃശൂർ കൊക്കൂരിൽ ഗൃഹനാഥയെ വീട്ടുകിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊക്കൂർ മടത്തുംപുറത്ത് സ്വദേശിനി രാധാമണിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. രാധാമണിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വീടിനടുത്തുള്ള കിണറിൽ മൃതദേഹം കണ്ടെത്തിയത്. തൃശൂരിൽ അതിശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് പൊട്ടിവീണ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെക്കിന്റെ ശിഖരമാണ് വൈദ്യുതി കമ്പിയിലേക്ക് വീണത്. തൃക്കണ്ണ പതിയാരം ചുങ്കത്ത് വീട്ടിൽ മേരി ജോസിന്റെ വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ധർണ നടത്തി. വെള്ളാനിക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മുൻപിൽ മാനുഷാദ എന്ന പേരിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വാൻസ് കൈപ്പറ്റി സോളാർ സിസ്റ്റം സ്ഥാപിച്ചു നൽകാത്തതിൽ കമ്പനിക്കെതിരെ കോടതി വിധി. പാലക്കാട് ഓക്സ്ബൻ ടെക്നോളജീസിന്റെ മാനേജിംഗ് പാർട്ണർ സ്റ്റാലിൻ, രാജീവ് എന്നിവർക്കെതിരെയാണ് വിധി. സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ഹർജിക്കാരനിൽ നിന്നും കമ്പനി കൈപ്പറ്റിയത് 1 ലക്ഷം രൂപ. വിധി 1,15,000 രൂപ നൽകാൻ. അനുമതിയില്ലാതെ പണമിടപാട് സ്ഥാപനം നടത്തിയ കേസിൽ പ്രതികൾ പിടിയിലായത് തൃശൂർ സ്വദേശികളായ സജീന്ദ്രൻ, രഞ്ജിത്ത്, വിവേക്, അർഷാദ് എന്നിവർ. സ്ഥാപനം പ്രവർത്തിച്ചത് കോർപ്പറേഷൻ ലൈസൻസോ മണി ലെൻഡിംഗ് ലൈസൻസോ ഇല്ലാതെയെന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ്. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പോലീസ് പിടിയിൽ. അസം സ്വദേശി മൊജഹറുൽ ഇസ്ലാമാണ് പിടിയിലായത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളുടെ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതിയെ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം കാട്ടാക്കട ഉണ്ണാംപാറയിൽ തേക്ക് മരം വീണ് 4 KSEB പോസ്റ്റുകൾ തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന മരമാണ് ശക്തമായ മഴയിലും കാറ്റിലും ഒടിഞ്ഞു വീണത്. തുടർന്ന് കാട്ടാക്കട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി നടപടി സ്വീകരിച്ചു. കൊല്ലം ശൂരനാട് ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മയ്യനാട് സ്വദേശി അൽത്താഫാണ് പിടിയിലായത്. കോട്ടയം ഈരാറ്റുപേട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിനായി കേരളം കൂടുതൽ പണം ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തിരുവനന്തപുരം വിതുര പൊന്മുടി റോഡിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. KSRTC ബസ് ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. തുടർന്ന് വിതുരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ വെളുത്തൂർ പോത്തുകുട്ടികളുടെ ചെവിയിൽ കമ്പിയിട്ട് കുത്തിയും ദേഹത്തു പൊള്ളിച്ചും ക്രൂരത. ചിറമ്മൽ സ്വദേശി ഷാജന്റെ 4 പോത്തുകുട്ടികൾക്ക് നേരെയാണ് ആക്രമണം. കഴിഞ്ഞ ആഴ്ചയാണ് തച്ചമ്പള്ളി സ്വദേശി റെനീഷിന്റെ 2 പോത്തുകുട്ടികളെ പൊള്ളിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. കേരളത്തിൽ ഓണക്കാലത്തെ നിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ആണ് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തുക. മലപ്പുറം വളാഞ്ചേരിയിൽ കമ്മ്യൂണിറ്റി പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വളാഞ്ചേരി നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിലെ 1,26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ യുവാവ് അറസ്റ്റിൽ. കടയ്ക്കൽ കോട്ടപ്പുറം സ്വദേശി മനീഷാണ് പിടിയിലായത്. ഇയാൾ വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്.